വേറെ ഒന്നും പറയാനില്ലല്ലോ? ശരി. ചെന്ന് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിക്ക. അച്ഛാ, ഞങ്ങൾ പോവാ. അച്ഛൻ കരയാണോ? ഒന്നുമില്ല മോളെ. എവിടെ പോയാലുവേ എന്റെ മോളെ നന്നായി വരും. പിള്ളാരെയൊക്കെ ഇങ്ങനെ തന്നെ വളർത്തണം. ഇല്ലെങ്കിൽ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ചടങ്ങൊക്കെ കുട്ടികൾക്കും അറിയാൻ പറ്റില്ല, മുതിർന്നവർക്കും അറിയാൻ പറ്റില്ല. എന്റെ മോള് അച്ഛനും വന്നില്ലല്ലോ. അപ്പൊ പപ്പിമോള് പോവാട്ടോ അച്ഛാ. മോളെ, സത്യമ്മയുടെ കാലി തൊട്ട് വന്നിച്ച് യാത്ര പറഞ്ഞിട്ട് വാ. ചെന്ന് പറയേ. സത്യം ഒന്നും പറയില്ല. ചെന്ന്. സത്യമ്മേ, പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല. മോളെ, സത്യമേ, ഞങ്ങൾ ഇറങ്ങുക. ഇനി എപ്പോഴോ ഒന്ന് കാണാന്നറിയില്ലല്ലോ. ഞാനെന്താ ചത്തുപോന്ന് നീ കരുതിയോ? ഇനി കാണില്ല എന്ന് പറയാൻ? നിന്റെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി അമ്മയും മക്കളും ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെയാ. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ട ഒരവസ്ഥ വന്നാൽ മാത്രമേ ഈ സത്യഭാമ എന്തെങ്കിലും കടുങ്കൈ ചെയ്യൂ. അതുവരെ പാറ പോലെ ഉറച്ചു നിൽക്കും. എന്തു വന്നാലും നേരിടുകയും ചെയ്യും. ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയെടുത്ത മനോധൈര്യമാ. അത് എന്നിലുള്ളിടത്തോളം കാലം ഒരാൾക്ക് മുന്നിലും ഞാൻ തല താഴ്ത്തില്ല. എന്റെ തലയ്ക്ക് മുകളിൽ കയറാൻ ആരും അനുവദിക്കുകയില്ല. അവർ പോകുന്ന സമയത്തെങ്കിലും അവരെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ പോകാൻ സമ്മതിക്കേ. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞതിനാ കുറ്റം. അവള് മാറില്ല മോളെ. ഈ അഹങ്കാരവും അവളുടെ സ്വഭാവത്തിൽ അലിഞ്ഞിച്ചടഞ്ഞിട്ടുള്ളതാ. അതൊരിക്കലും അവൾക്ക് മാറ്റാനാവില്ല. എന്റെ മക്കൾ പോയിക്കോ. പപ്പിമോള് പോവാട്ടോ. ഇനി കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയി സത്യമ്മ ഇനി വിഷമിപ്പിക്കില്ല.
എന്താ മോളേത്? വരട്ടെ അച്ഛാ. നന്നായി വരണമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം ദൈവം നിശ്ചയമാ. പിള്ളച്ചേട്ടാ, എവിടെയെങ്കിലും വച്ചിനെ കാണാമെന്ന് ഉറപ്പു പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. എന്നാലും പറയുന്നു, കാണാം മക്കളെ. എവിടെയാണെങ്കിലും ഈ പിള്ളച്ചേട്ടന്റെ പ്രാർത്ഥന ഉണ്ടാവൂ. പൊന്നു ചേച്ചി, കുഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാ. പോട്ടെ പൊന്നി ആന്റി.